അപ്പോൾ അത് കാരണം തന്നെ യാത്ര ചെയ്യുന്നത് വളരെ സുഖമാണ്. നമുക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല ഈസി ആയിട്ട് എത്ര ദൂരം യാത്ര ചെയ്താലും ഒരു ക്ഷീണം ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഇതിൽ യാത്ര ചെയ്യാം. ഹലോ ഗായ്സ്, മല്ലു പെട്രോൾ ഹെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി 2014 മോഡൽ ടൊയോട്ട ഇന്നോവയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഫേസ് ചെയ്താൽ അപ്പോൾ ടൊയോട്ടയുടെ എംബ്ലം ഉണ്ട്. പിന്നെ ഭയങ്കര ഒരു വലിയൊരു ഗ്രില്ലാണ്, ഈ വണ്ടിക്ക് യോജിച്ചൊരു ഗ്രില്ല്, വലിയൊരു ഗ്രില്ലാണുള്ളത്. പിന്നെ ലൈറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു ഹാലജൻ ലാമ്പാണ്, LED ഒന്നുമില്ല. ഹാലജൻ ഹൈ ബീം ലോ ബീം ഒക്കെ ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് ഉണ്ട്. എല്ലായിടത്തും ക്രോം ഉണ്ട്. ക്രോമ് ഇഷ്ടംപോലെ ക്രോമാണ്. ഇവിടെ ഒരു ക്രോമിൻ്റെ ലൈനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ക്രോം ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ ബമ്പറിൻ്റെ താഴെ കണ്ടോ, ഈ ലോവർ ഗ്രില്ലിൻ്റെ അവിടെ എല്ലാം ക്രോമിങ് ഉണ്ട്. ഇതെല്ലാം എല്ലാം ക്രോം, ഫുള്ളായിട്ട് ക്രോം, നല്ല ക്രോം കൊണ്ട് നിറച്ചിട്ടുണ്ട് ഫ്രണ്ട്. പിന്നെ ഇതിൻ്റെ 2 വൈപ്പേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ വൈപ്പർ വാഷർ നോസിൽ ഇവിടെ വരുന്നത്, അതാണ് 2 വൈപ്പേഴ്സ്. പിന്നെ വലിയൊരു ഫ്രണ്ട് ഗ്ലാസ് വരുന്നുണ്ട് വണ്ടിക്ക്. ഇനി സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡ് മോൾഡിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ക്രോം ഫിനിഷിങ്ങോട്ടുള്ളൊരു മോൾഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് സ്കേർട്ടിങ് ഉണ്ട് കണ്ടോ, താഴെ സൈഡ് സ്കേർട്ടിങ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ആർച്ച് മോൾഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബേസ് ഓപ്ഷൻ്റെ അല്ല, ഇതെല്ലാം അഡീഷണൽ ആയിട്ടുള്ള ആക്സറിയാണ് കണ്ടോ. പിന്നെ ഈ സ്റ്റിക്കർ വർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സൺവൈസർ ഉണ്ട്, അതെല്ലാം ഇതിൻ്റെ ആക്സറി കേട്ടോ. ഇതിൻ്റെ ബാക്ക് കണ്ടോ, ബാക്കിലൊരു വൈപ്പർ ഉണ്ട്, ഡീഫോഗർ ഉണ്ട്. പിന്നെ ഇന്നോവ എന്നുള്ളതൊരു ക്രോം പ്ലേറ്റിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഇന്നോവ എന്നുള്ളതൊരു ഏതാണ് വേരിയൻറ്റ് ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ. വളരെ വൃത്തിയുള്ളൊരു ബാക്ക്. പിന്നെ ഇവിടെ ഒരു റൂഫ് സ്പോയിലർ ഉണ്ട്. പിന്നെ ഇതിന് വീൽസ് വരുന്നതാണല്ലേ, അലോയ് വീൽസ് ഒന്നുമല്ല, സ്റ്റീൽ വീൽസ് തന്നെയാണ്. പക്ഷേ 205 സെക്ഷൻ 65 R15. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഫെൻഡറിലാണ്, അല്ലാണ്ട് ഓവർ വ്യൂമിലല്ല. പിന്നെ ഇതിൻ്റെ ആൻറ്റിന ഉണ്ടോ, ഇവിടെയാണ് ആൻറ്റിന വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെയറിങ് നോക്കാം, നല്ല വൃത്തിയുള്ളൊരു സ്റ്റെയറിങ് കണ്ടോ. ഇവിടെ ഒരു സിൽവർ ഫിനിഷൊക്കെ ഉണ്ട് കണ്ടോ. പിന്നെ ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ ഉള്ള സ്റ്റെയറിങ്. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോൾ നോക്കിയാൽ കണ്ടോ, ഇവിടെ സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ടാക്കോമീറ്റർ, കൂളൻ ടെമ്പറേച്ചർ, പിന്നെ വണ്ടിയുടെ ഫ്യൂൽ ലെവൽ എത്രയാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ ഉണ്ടോ, ഇവിടെ ഒരു വുഡൻ ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ട് വണ്ടി നല്ല പ്രീമിയം ഫിനിഷ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഡോർ ഹാൻഡിലാണ് ഇവിടെ ഉള്ളത്. വുഡൻ ഇൻസേർട്ട് വണ്ടിയുടെ എല്ലാ ഡോറിലും നമുക്ക് കാണാം കണ്ടോ. ഇവിടെയും ഒരു വുഡൻ ഇൻസേർട്ട് തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ഡോറും ലോക്ക് ആക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ. പിന്നെ എല്ലാ വിൻഡോയും ലോക്ക് ആക്കാനുള്ള ബട്ടൺ. പിന്നെ ഡ്രൈവർ സൈഡ് എല്ലാതും ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഇതിനാണോ, ഇതിൻ്റെ ഒരു കപ്പ് ഹോൾഡർ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു കബി ഹോൾ ഉണ്ട് നമുക്ക് വെക്കാൻ. പിന്നെ ഇവിടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസ് ഇവിടെ ഉണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റർ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കൺട്രോൾസ്, ഇതാണുള്ളത്. ഇവിടെ അതിൻ്റെ വൈപ്പർ കൺട്രോൾസ് ഇവിടെ ഉണ്ട്. ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഇനി ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വന്നാൽ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണുള്ളത്. അതായത് ടച്ച് സ്ക്രീൻ ഒന്നുമല്ല, കാരണം അതൊരു ബേസ് ഓപ്ഷൻ വണ്ടിയാണല്ലോ. ഇതിൽ ഓക്സ് പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, പിന്നെ റേഡിയോ, അങ്ങനത്തെ ഉള്ള ബേസിക് സെറ്റപ്പുകൾ. 4 സ്പീക്കേഴ്സാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലോക്ക് കണ്ടോ, ക്ലോക്ക് ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ AC നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒന്നുമല്ല, സാധാരണ മാനുവൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം തന്നെയാണ്. കൂളറും ഹീറ്ററൊക്കെ ഉള്ള ഒരു AC ആണ്. പിന്നെ ഇതിൻ്റെ ഇന്നർ റെയർ വ്യൂ മിറർ. പിന്നെ ഇവിടെ ഇതിൻ്റെ സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ റീഡിംഗ് ലൈറ്റ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സൺവൈസർ. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് കണ്ടോ ഒരു ആംറസ്റ്റ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ കോയിൻ ഹോൾഡർ അല്ല, ആഷ്ട്രേ ആണ് ഹോൾഡർ. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു 12 വോൾട്ട് പവർ സോക്കറ്റ് ഉണ്ട്. പിന്നെ സിഗരറ്റ് ലൈറ്റർ ഉണ്ട്, പാർക്കിംഗ് സെൻസർ, റെയർ ഡീഫോഗർ, ഫ്രണ്ട് ഫോഗ് ലാമ്പ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇവിടെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഇവിടെ കണ്ടില്ല, ഇവിടെ ഫോൺ വെക്കാനൊക്കെ ഉള്ളൊരു ഗ്യാപ്പും, ഫോണും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പെന്നും പേപ്പറൊക്കെ വെക്കാനുള്ളൊരു ഗ്യാപ്പ്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്ലൗ ബോക്സ് ഇതായിരുന്നു. അത്യാവശ്യം വണ്ടിയുടെ ഫയൽസും പേപ്പറൊക്കെ വെക്കാൻ പറ്റിയൊരു ഗ്ലൗ ബോക്സ് തന്നെയാണുള്ളത്. പിന്നെ ഇത് സിംഗിൾ എയർ ബാഗുള്ള ഒരു വേരിയൻ്റ് ആണ്. ഇവിടെ മാത്രമേ എയർ ബാഗുള്ളൂ, ഇവിടെ എയർ ബാഗ് ഇല്ല. അപ്പോൾ നമുക്കൊന്ന് ബാക്കിലേക്ക് പോയി നോക്കാം. ഇതാണ് ഇതിൻ്റെ
മിനിമം ലെഗ് റൂം ഇതാണ്. ഫ്രണ്ട് സീറ്റ് മാക്സിമം ബാക്കിലേക്ക് ഇട്ട് എനിക്ക് എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഇരിക്കാൻ പറ്റും. ഇങ്ങോട്ട് ഇരുന്ന് നോക്കിയാൽ നോക്കാം കണ്ടോ, ഇത് മാക്സിമം ലെഗ് റൂം അല്ല, ഇനിയും സീറ്റ് ഫ്രണ്ടിലോട്ട് പോകും. നമ്മൾ ഈ സെക്കൻഡ് റോ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ്. നമുക്ക് എത്ര ദൂരം യാത്ര ചെയ്താലും യാതൊരു മുഷിപ്പോട് കൂടി ഇല്ലാണ്ട് വണ്ടിയുടെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യും. അത്രയും കംഫർട്ടബിൾ ആണ്, ഒരു ബുദ്ധിമുട്ടില്ല. 3 പേർക്ക് ഇവിടെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇരിക്കാൻ പറ്റും. സെൻട്രൽ ഹമ്പ്, ഫ്ലോർ ഹമ്പ് ഒക്കെ വളരെ കുറവാണ്. കാല് തട്ടാണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാം. പിന്നെ ഈ സീറ്റ് ആണെങ്കിൽ ഒന്നുകൂടെ ബാക്കിലിടാം. കണ്ടോ, ഇവിടെ തന്നെ അതിൻ്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത് കണ്ടോ, ഒന്നുകൂടി കംഫർട്ടബിൾ ആവും. ഇതിങ്ങനെ ആക്കിയാൽ ഇതാണ് ഏറ്റവും ഇതിൻ്റെ ഫ്രണ്ട് പൊസിഷൻ, ഏറ്റവും ഇതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രണ്ടും ബാക്കിലേക്കും പിന്നെ ഇതിൻ്റെ റിക്ലൈനും അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ കേട്ടോ റിക്ലൈൻ നമുക്കൊന്ന് കടന്ന് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ സീറ്റെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പോയിൻറ്റ് സീറ്റ് ബെൽറ്റും ബാക്കിയുള്ളതൊക്കെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് വേണം. പിന്നെ ഇവിടെ നമുക്കൊരു 2 സൈഡിലെ പാസഞ്ചറും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ AC-യുടെ ബ്ലോവർ ഇവിടെ തന്നെ ഉണ്ട്, 2 AC ബ്ലോവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ കൺട്രോൾ ഇവിടെ തന്നെയാണുള്ളത്. പിന്നെ ബാക്കിലും ഇവിടെയുണ്ട്, തൊട്ട് ബാക്കിലുണ്ട്. അപ്പോൾ വണ്ടി മൊത്തത്തിൽ പെട്ടെന്ന് കൂൾ ചെയ്യാൻ നമ്മളത് സഹായിക്കും. പെട്ടെന്ന് AC ഓൺ ആക്കിയാൽ തന്നെ ഒരു 5 മിനിറ്റിനുള്ള വണ്ടി മൊത്തത്തിൽ കൂളാവും, അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ഡോറിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നല്ല പ്രീമിയം ആയിട്ടാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു വുഡൻ ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കേട്ടോ, എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചസും പിന്നെ ഇതിൻ്റെ ഇൻസേർട്ടൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഒരു പ്രീമിയം ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വുഡൻ ഇൻസേർട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു മാഗസിൻ ഹോൾഡറാണ് കേട്ടോ, നമുക്കൊരു മാഗസിനും അല്ലെങ്കിൽ ബുക്കൊക്കെ വെക്കാൻ പറ്റും. നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ സെൻറ്ററിൽ കണ്ടോ, ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 3rd റോ സീറ്റിലേക്ക് ഒന്ന് പോയേക്കാം. ഇത് പറഞ്ഞാൽ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, കപ്പ് ഹോൾഡർ അല്ല, ഐ മീൻ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇവിടെ ഒരു മാഗസിനൊക്കെ വെക്കാൻ പറ്റും. ഇവിടെ 1 ടച്ച് ഒന്നുമല്ല, പക്ഷെ എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ബാക്കിൽ കയറാം. കണ്ടോ, ഇവിടെയും AC-യുടെ വെൻറ്റ് വരുന്നുണ്ട് കണ്ടോ, 2 സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്നായിട്ട് നല്ല കംഫർട്ടബിൾ കണ്ടോ, ഫ്രണ്ട് ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. തൈ സപ്പോർട്ട് കുറച്ച് കുറവാണ് ഇവിടെ, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് യാത്ര ചെയ്യാം. കുറച്ച് ഈ സീറ്റ് കണ്ടോ, ഈ സീറ്റ് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഇപ്പോൾ എല്ലാവർക്കും നല്ല കംഫർട്ടബിളായി ഇരിക്കാൻ പറ്റിയൊരു പൊസിഷനാണ്. പിന്നെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് എല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റാണ്. ഇനിയും കണ്ടോ, ഇവിടെ ബാക്കിൽ ഇനിയും സ്പേസൊക്കെ ഇത് എത്ര ഇട്ടാലും വണ്ടിയുടെ ബാക്ക് സ്പേസ് ഇനിയുണ്ട്. അവിടെ ഇനിയും സാധനങ്ങൾ കുറച്ച് സാധനം വെക്കാനെല്ലാം അവിടെ സ്പേസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സെല്ലിംഗ് പോയിന്റ്. USP എന്ന് പറഞ്ഞത് തന്നെയാണ്. കാരണം ഇത്രയും കംഫർട്ടബിളായിട്ട് ഒരു 8 ആൾക്കാരെ യാതൊരു മുഷിപ്പില്ലാണ്ട് വണ്ടി യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ ഈ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് എടുത്തു നോക്കാം കേട്ടോ. കണ്ടോ, വണ്ടി ജസ്റ്റ് ക്ലച്ച് എടുക്കുമ്പോൾ തന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് ക്ലച്ച് എടുത്തോടെ തന്നെ വണ്ടി ഉണ്ടോ, വണ്ടി അങ്ങനെ ഈസി ആയിട്ട് നീങ്ങും. ഓടിക്കാൻ വളരെ കംഫർട്ടബിൾ, യാത്രക്കും നല്ല സുഖമായിട്ടുള്ളൊരു വണ്ടിയാണ്. ആക്സലറേഷൻ കണ്ടല്ലേ ഉണ്ടോ. ഇതിൻ്റെ ടോപ്പ് എൻഡ് പഞ്ച് വളരെ മോശമാണ്. ആ മിഡ് എൻഡ് ആണ് ഇതിൻ്റെ ബെസ്റ്റ്. ലോ എൻഡും കുഴപ്പമില്ല, പക്ഷെ ആ മിഡ് എൻഡ് ആണ് ഇത് എക്സൽ ചെയ്യുന്നത്. ഇതിൻ്റെ മിഡ് എൻഡിലാണ്. ഇത് ടെർബോ ഉള്ള എഞ്ചിനാണ്, പക്ഷെ അത് വണ്ടിക്ക് ടെർബോ ഉള്ള കാര്യം നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയും വെൽ കണ്ടെയ്ൻഡ് ആയിട്ടാണ് ഇതിൻ്റെ ടെർബോ അവർ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ടെർബോൻ്റെ സൗണ്ട് കേട്ടോ, അത് നമ്മൾ ഹാർഡായി ആക്സിലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ ടെർബോൻ്റെ സൗണ്ട് കേൾക്കുക. നമ്മൾ വളരെ കാം ആൻഡ് കൂളായി ഓടിക്കുന്ന ആളാണെങ്കിൽ നമുക്കൊരിക്കലും സൗണ്ട് കേൾക്കില്ല. ഇതിന് ടെർബോ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും സംശയം വരും. അത്രയും ലീനിയറായിട്ടും ടോർക്ക് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ടെർബോ ലാഗ് എന്നുള്ള സെറ്റപ്പ് ഫീൽ ചെയ്യുന്നില്ല. മാത്രമല്ല അതൊരു ട്രാൻസിഷനാണ്. സാധാരണ ടെർബോ നമ്മളൊരു സുസുക്കി സ്വിഫ്റ്റ് ഒക്കെ ഓടിച്ചാൽ മനസ്സിലാവും. ആ ടെർബോ വരുന്നൊരു സമയത്ത് ഒരു വണ്ടിക്ക് ചാട്ടുണ്ടല്ലോ, അതൊന്നും ഇതിനല്ല. വളരെ സ്മൂത്തായിട്ട് സാധാ ഒരു നാച്ചുറലി ആസ്പിറേറ്റ് വണ്ടി പോകുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസും. പിന്നെ മാത്രമല്ല ഈ ടോർക്കിൻ്റെ ആ ബാൻഡ് വളരെ വൈഡ് ആയതുകൊണ്ട് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഗിയർ വല്ലാണ്ട് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് ഫീൽ പറയുന്നത് ഒരു മീഡിയമാണ്. ഭയങ്കര ലൈറ്റ് ആയിട്ടൊരു ക്ലച്ചും അല്ല, ഹാർഡായിട്ടുള്ളൊരു ക്ലച്ചും അല്ല. നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സിറ്റിയിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ക്ലച്ച് കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഹൈഡ്രോളിക് സെറ്റപ്പാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫീഡ്ബാക്കിലൊരു സ്റ്റിയറിംഗ് ആണ്. ഡ്രൈവറിനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. ഒരു ഓവർ സ്റ്റിയറിംഗ് അണ്ടർ സ്റ്റിയറിംഗ് ഒന്നും ഫീൽ ചെയ്യില്ല. നല്ല കൃത്യതയുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. ഇലക്ട്രിക് സ്റ്റിയറിംഗ് പോലെ നമുക്കൊരു ലൈഫ്ലെസ് ആയിട്ട് തോന്നില്ല. അത് ഇതിന് ഭയങ്കര ബെനിഫിറ്റ് ആണ്. പക്ഷേ ഈ സ്റ്റിയറിംഗിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ
ഇപ്പോൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒരു പാർക്കിംഗ് ഏരിയയിലൊക്കെ പോയിട്ട് വണ്ടി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് സിറ്റിയിൽ ട്രാഫിക്കുള്ള സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. അതായത് ലോവർ സ്പീഡ്സിൽ നല്ല ഹാർഡായിട്ടുള്ള സ്റ്റിയറിംഗ് തന്നെയാണ്. പിന്നെ കണ്ടോ ഈ കേവ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ, വണ്ടിക്ക് ചെറിയ തോതിലുള്ള ഒരു ബോഡി റോൾ ഉണ്ട്. അതൊരു സെഡാൻ അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്ക് ഓടിച്ച് വന്ന ആൾക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു 7 സീറ്റർ, ഇത്രയും ഹൈറ്റൊക്കെ ഉള്ള ഒരു 7 സീറ്റർ ഓടിക്കുമ്പോൾ എന്തായാലും ഒരു ബോഡി റോൾ ഫീൽ ചെയ്യുന്നുള്ള കാര്യം ഷുവറാണ്. നമുക്ക് തല ഇറങ്ങുന്ന വിധത്തിലുള്ളൊരു ബോഡി റോളൊന്നുമില്ല. അത് വണ്ടി എപ്പോഴും സ്റ്റേബിളാണ്. അപ്പോൾ ഒരു ഹൈ സ്പീഡ് ട്രിപ്പിൾ ഡി സ്പീഡ് പോയാലും വണ്ടി വളരെ സ്റ്റേബിളാണ്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. ഫ്രണ്ട് 2 ഡിസ്ക് ബ്രേക്കേ ഉള്ളൂ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടി നല്ല ബ്രേക്കിംഗ് ഉണ്ട് ഇതിന്. അപ്പോൾ ഒരു 100 അല്ലെങ്കിൽ 100ന്റെ മുകളിലൊക്കെ പോയി ബ്രേക്ക് അടിച്ചാലും വണ്ടി പെട്ടെന്ന് അവിടെ തന്നെ സ്റ്റോപ്പ് ആകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ലാണ്ട് വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്, നല്ല വൈഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്, വലിയൊരു സൈഡ് ഗ്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഒരിക്കലും ക്ലോസ്ട്രോഫോബിക് ഫീൽ ഒന്നും വരില്ല. ഭയങ്കര എയറി ഫീലിംഗ് ഫുള്ള്. അത് വണ്ടി നമുക്ക് എല്ലായിടത്തും മൊത്തത്തിൽ ഫുള്ളായിട്ട് കാണുന്നുണ്ട്, എല്ലാം ആസ്വദിച്ച് അങ്ങ് പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. ബാക്ക് മിറർ കണ്ടില്ലേ, ആ ബാക്ക് മിറർ നല്ല വിസിബിലിറ്റി ആയിരുന്നൊരു ബാക്ക് മിററാണ്. നമുക്ക് ഒരു കൈയേറ്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടോ. ഇത്രയും വലിയൊരു വണ്ടി, അതായത് ഒരു 4.5 മീറ്റർ വലിപ്പമുള്ളൊരു MPV നമുക്ക് ഇത്രയും അനായാസം വണ്ടി ഓടിച്ച് നടക്കാൻ പറ്റും. പക്ഷെ അതാണ് പറഞ്ഞത്, ഇതിങ്ങനെ സ്പീഡ് പോകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു സിറ്റിയിലാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വെച്ചാൽ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ടേണിങ് റേഡിയസ് കൂടെ ഒന്ന് നോക്കാം. ഉണ്ടോ, കുറച്ച് വലിയ ടേണിങ് റേഡിയസ് ആണ്. എന്നാലും ഒരു അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വണ്ടി രണ്ടാമത് ടേൺ എടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ നോയ്സ് കുറച്ചൊക്കെ കേൾക്കാം. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ സ്പേസാണ് സെക്കൻഡ് റോ. ആ സെക്കൻഡ് റോയിൽ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ നോയ്സും കേൾക്കില്ല. ഭയങ്കര സൈലൻ്റാണ്, റോഡ് നോയ്സ് ഒന്നും തീരെ കേൾക്കില്ല. അത്രയും സൈലൻ്റ് ആണ് വണ്ടി. ഭയങ്കര സൗണ്ട് ഇൻസുലേഷനൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുള്ളൊരു വണ്ടിയാണ്. എത്ര ചൂടത്താണെങ്കിലും ഒരു 5 മിനിറ്റിനുള്ള വണ്ടി ഫുൾ ക്യാബിന് ഫുള്ളായിട്ട് കൂളാവും. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു AC ആണ്. അപ്പോൾ അത് കാരണം തന്നെ യാത്ര ചെയ്യുന്നത് വളരെ സുഖമാണ്. നമുക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല ഈസി ആയിട്ട് എത്ര ദൂരം യാത്ര ചെയ്താലും ഒരു ക്ഷീണം ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഇതിൽ യാത്ര ചെയ്യാം. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കംഫർട്ടബിൾ സസ്പെൻഷനാണ്. നമ്മളൊരു ചിലപ്പോൾ ഒരു 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയിട്ട് ഹമ്പൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ അറിയും കൂടി ഇല്ല. ഇപ്പോൾ ഈ കുണ്ടും കുഴിയൊന്നും വണ്ടി അറിയൽ പോലും ഇല്ല. എഞ്ചിൻ നോയ്സ് അകത്തേക്ക് നന്നായിട്ട് വരുന്നത് 2500 RPM കഴിയുമ്പോഴാണ്. അതുവരെ വണ്ടി വളരെ സൈലൻ്റ് ആണ്. കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ എഞ്ചിൻ നോയ്സ് വരുള്ളൂ. പിന്നെ സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഒരു ചിലപ്പോൾ നമുക്കൊരു 5000-ൻ്റെ താഴെയൊക്കെ ഉള്ളൂ ഒരു വർഷം വരുന്നൊരു സർവീസ് കോസ്റ്റ്. അത് 5000 ആവില്ല, ഇപ്പോൾ 3000-4000 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ സർവീസ് വരില്ല. അത്രയും തുച്ഛമായ റേറ്റ്. ഓയിൽ ചേഞ്ച് അല്ലെങ്കിൽ എയർ ഫിൽറ്റർ ചേഞ്ച് അതൊക്കെ തന്നെ ഉള്ളൂ. വേറൊരു മേജർ വർക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വണ്ടി അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും തന്നിട്ടില്ല ഇതുവരെ. വണ്ടി ഓടാതിരുന്നുകൊണ്ട് ചിലപ്പോൾ ബാറ്ററി ഡൗൺ ആവുന്നുള്ളൊരു കംപ്ലയിൻറ്റ് മാത്രമേ എനിക്കിതിൽ ഫീൽ ചെയ്തുള്ളൂ. ബാക്കിയൊന്നും ഇതുവരെ ഈ വണ്ടി അങ്ങനെ മാരകമായിട്ടുള്ള പണി അല്ലെങ്കിൽ ഭയങ്കര പൈസക്കുള്ളൊരു പണിയൊന്നും ഇത് തന്നിട്ടില്ല. ഇതിൻ്റെ ക്ലച്ച് ലൈഫ് എന്നൊക്കെ പറഞ്ഞത് ഏകദേശം ഒരു 80,000 അല്ലെങ്കിൽ 1 lakhൻ്റെ അബവ് വരെ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൻ്റെ ക്ലച്ച് ലൈഫ്. അപ്പോൾ അതും ക്ലച്ചിന് വരുന്നത് ചിലപ്പോൾ ഒരു 15,000 റുപ്പീസൊക്കെ ഉള്ളൂ. അത് മാരകമായിട്ടുള്ളൊരു റേറ്റും അല്ല. എല്ലാ പാർട്സും ബാക്കി ബ്രാൻഡെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പാണ്. പിന്നെ ഇതിന് കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജിലായിട്ട് ഒരു 10 km/ലിറ്റർ ആണ് കിട്ടുന്നത്. ആവറേജ് കിട്ടുന്ന മൈലേജ് അത്രയാണ്. പക്ഷേ ഇത് നമ്മളൊരു സിറ്റി വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. സിറ്റിക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കൽ അതൊരു കുറച്ച് ഡിഫിക്കൽട്ടാണ്. കംഫർട്ടബിൾ ആയിട്ട് 8 ആൾക്കാരെ ലോങ് ഡ്രൈവ്സ് അതിന് പറ്റിയൊരു വണ്ടിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. It's me, Mallu Petrolhead, signing off.